Hello everyone. Today we are going to discuss BEGC 111 Women's Writing, the last block 3 and 4 units. So നമുക്കറിയാം നമ്മൾ നാലാമത്തെ ബ്ലോക്കിലുള്ള ഒന്നാമത്തെ രണ്ടാമത്തെയും യൂണിറ്റുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മളൊരു നോവലിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോളം എന്ന് പറയുന്ന ഒരു നോവൽ. ആ ഒരു നോവലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തീം എന്താണ്, കഥ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമ്മറി മുഴുവനായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. കാരണം അത് കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റിനെ കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ കിട്ടും. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് തീംസ് ആൻഡ് വുമൺ ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു നോവലിൻ്റെ തീംസും അതുപോലെ തന്നെ ഇതിലുള്ള വുമൺ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു നോവൽ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് ഈ ഒരു നോവൽ കവർ ചെയ്യുന്നത് 1932 മുതലുള്ള 1952 വരെയുള്ള ഏകദേശം 20 വർഷത്തോളം ഉള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ചേഞ്ച് ആണ്. നമ്മുടെ ലൈല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള മാറ്റങ്ങളാണ് നമുക്ക് ഈ ഒരു നോവലിൽ കാണാനുള്ളതല്ലേ. അപ്പം ഇതിലെന്താണ് ഇന്ത്യൻ്റെ ഫ്രീഡം സ്ട്രഗിൾ, അതുപോലെ തന്നെ ഇന്ത്യ പാർട്ടീഷൻ ചെയ്തത്, അതുപോലെ തന്നെ ആ ഒരു സോഷ്യൽ ചേഞ്ച്, ഇതൊക്കെയാണ് ഇതിലായിട്ട് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ പൊളിറ്റിക്സിൻ്റെ ഒരു തീം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിംസിൻ്റെ ആ ഒരു റിലേഷൻ, അതുപോലെ വുമൺ ഫ്രീഡം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഉള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇതിൽ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് പറയുന്നതാണ് നോവൽ ഓഫ് ഗ്രോവിംഗ് അപ്പ്, ബിൽഡിംഗ്സ് റൊമാൻ. എന്താണ് ബിൽഡിംഗ്സ് റൊമാൻ എന്ന് പറയുന്നത്? ഇപ്പോൾ ഓൾറെഡി വേറെ ഏതോ സബ്ജക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബിൽഡിംഗ്സ് റൊമാൻ എന്ന് പറയുന്നത്? ഒരാളുടെ ലൈഫ് ബിഗിന്നിങ് തൊട്ട് എൻഡ് വരെ ഒരേപോലുള്ള സ്ട്രക്ചേഴ്സിൽ കാണിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ബിൽഡിംഗ്സ് റൊമാൻ എന്ന് പറയും. ഇപ്പം ഇവിടെ നമുക്കറിയാം ലൈലയുടെ ആ ഒരു ലൈഫാണ് കാണിക്കുന്നത്. പക്ഷേ ലൈലയുടെ കുട്ടിക്കാലം ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ഏകദേശം അവളുടെ 15 ഏജ് ആകുമ്പോൾ ആ ഒരു സമയത്ത് ഉള്ളത് മുതൽ ഈ ഒരു അവസാനിക്കുമ്പോഴത്തേന് അവൾ എന്താകുന്നുണ്ട്, ആദ്യം അവളൊരു ചെറിയ പെൺകുട്ടിയാണ്, പിന്നീട് എന്താണ് ഒരു വുമണായിട്ട് മാറുന്നുണ്ട്. ദെൻ അവൾ ഒരു ലവിൽ വീഴുന്നുണ്ട്, അദ്ദേഹത്തെ മാരേജ് ചെയ്യുന്നുണ്ട്. പിന്നീട് എന്താണ് ഒരു മകളുണ്ടാവുന്നുണ്ട്, ഒരു അമ്മയാവുന്നുണ്ട്. ദെൻ പിന്നീട് ഹസ്ബൻഡ് മരിച്ച് അവളൊരു വിഡോ ആവുന്നുണ്ട്. പിന്നെ എന്താണ് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനൊക്കെ ഉള്ള കഴിവുള്ള ഒരു പ്രാപ്തിയായിട്ടുള്ള ഒരു ആളായിട്ട് നമ്മുടെ ലൈല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മാറും. ഒക്കെ ഓരോന്നിനും തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഇതൊരു ബിൽഡിംഗ്സ് റൊമാൻ ആയിട്ടുള്ള ഒരു നോവലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതുപോലെ ട്രഡീഷൻ ടു മോഡേണിറ്റി, പഴയ പാരമ്പര്യമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് മോഡേൺ ആയിട്ടുള്ള ആധുനികതയിലേക്ക് മാറുന്ന ഒരു മാറ്റം പല രീതിയിലും ഇതിൽ കാണുന്നുണ്ട്. ഇപ്പം ആ ഒരു സൊസൈറ്റി ചേഞ്ച് ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ട് മോഡേൺ ലൈഫിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ആദ്യം അവർ തുടങ്ങുമ്പോൾ ആഷിയാന എന്ന് പറയുന്ന ആ ഒരു വീട്, അതുപോലെ ആ സൊസൈറ്റീനെ കുറിച്ചിട്ട് അവിടെയുള്ള കലകൾ, അതുപോലെ തന്നെ അവരുടെ ആതിഥ്യ മര്യാദകൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നീട് എന്താണ് ഒരു മോഡേൺ ആയിട്ടുള്ള ചിലപ്പം ആ ഒരു പൊളിറ്റിക്കൽ രീതി മുഴുവനായിട്ട് മാറി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, പാർട്ടീഷൻ, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താണ് ഒരു മോഡേണിറ്റിയിലേക്കുള്ള മാറ്റമാണ് നമുക്ക് അതിലൂടെ കാണാൻ പറ്റുന്നത്. അതുപോലെ ജോയിൻറ്റ് ഫാമിലീസ് ആയിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് എന്താണ് ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് ഓരോരുത്തരും ആ ഒരു വലിയൊരു ജോയിൻറ്റ് ഫാമിലി എന്ന് മാറി ഓരോരുത്തരും ഓരോ വിഭാഗമായിട്ട് അങ്ങനെ മാറി മാറി താമസിച്ചതാണ് ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറി. അതും ഒരു ട്രാൻസിഷൻ ടു മോഡേണിറ്റിയുടെ ഒരു ഭാഗമാണ്. അതുപോലെ വുമൺ എന്ന് പറയുന്നത് വളരെ അടിച്ചമർത്തപ്പെട്ട ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വുമൺ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ വിദ്യാഭ്യാസത്തിലൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റി, അവർക്ക് കൂടുതൽ ഫ്രീഡം ഗെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളത്. അപ്പം ഇതും ഒരു പരമ്പരാഗതമായിട്ടുള്ള ചിന്തയിൽ നിന്ന് മോഡേൺ ആയിട്ടുള്ള ചിന്തയിലേക്കുള്ള ഒരു മാറ്റമായിട്ട് നമുക്ക് ഒരു എഡ്യൂക്കേഷനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പിന്നീട് പറയുന്നതാണ് തീം ഓഫ് പാർട്ടീഷൻ. പറയും പാർട്ടീഷൻ എന്ന് പറയുന്നത് വയലൻസ്, മൈഗ്രേഷൻ, അതുപോലെ തന്നെ സെപ്പറേഷൻ, ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ ഭയങ്കരമായിട്ട് കോസ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഈ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് വയലൻസ് ഉണ്ടാവാതെ കാരണമായിട്ടുണ്ട്. ആളുകൾ എന്താണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും കൂടെ ഉണ്ടായി. അതുപോലെ തന്നെ തൻ്റെ ഫാമിലീസ്, ഒരു ഫാമിലിയിലുള്ള ആളുകൾ കുറേ ആൾക്കാർ എന്താണ് വേറെ രാജ്യത്തിലേക്ക് പോകേണ്ടിയിരുന്നു, കുറേ ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കേണ്ടിയിരുന്നു. അങ്ങനെ ഒരു സെപ്പറേഷൻ, ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഫേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതുപോലത്തെ ബോത്ത് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ആയിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പം ഓരോരുത്തരും സ്ട്രഗിൾ ചെയ്യുന്നത്. ഇപ്പം പാർട്ടീഷൻ ഉണ്ടാകുമ്പം ഈ ഒരു ലൈലയുടെ ഫാമിലിയിൽ തന്നെ പല ആളുകളും പല ഇതിലാണ് പോകുന്നത്. അപ്പം ഈ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഫാമിലി എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഇതിലൂടെ പറയുമ്പോൾ അതാണ് ഈ ഒരു തീം ഓഫ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു നോവലിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം ആ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചിട്ടാണ് ഈ ഒരു നോവലിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. അപ്പം 1935 ഏകദേശം 1935 ആകുമ്പം ഗവൺമെൻറ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് വരികയും പിന്നെ എന്താണ് 1937 ഒരു ഇലക്ഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ 1942 കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുകൾ നടക്കുന്നത്, അതിൻ്റെ ഇടയിൽ പല പ്രസ്ഥാനങ്ങളും നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു നോവലിൻ്റെ മെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ പിന്നീട് പറയുന്നതാണ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പം അത് ലൈല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നേടിയെടുക്കുന്നത് എന്തിലൂടെയാണ്? വിദ്യാഭ്യാസത്തിലൂടെയാണ്. അപ്പം എഡ്യൂക്കേഷൻ കിട്ടി തുടങ്ങിയതോടുകൂടി
തോന്നലോട് കൂടെയാണ് ലൈലയുടെ ചിന്താഗതികളും എന്തിനും താൻ ഈ അടിച്ചമർത്തപ്പെടുന്ന സൊസൈറ്റിയിൽ ഇങ്ങനെ നിലകൊള്ളണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് താൻ എന്തിനു ജീവിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉയരാൻ തുടങ്ങിയിട്ടുള്ളത് ആഫ്റ്റർ എഡ്യൂക്കേഷന് ശേഷമാണ്. അപ്പം ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആളുകളെ ചിന്തിപ്പിക്കാനും തീരുമാനം എടുക്കാനും അവരെ അതിനെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അതാണ് അവിടെ പറയുന്നത്. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് വിമൺ എന്ന് പറയുമ്പം എഡ്യൂക്കേഷൻ ആ ഒരു കാലഘട്ടത്തിൽ വിമൺ വളരെ കുറഞ്ഞ പരിമിതമായിട്ടുള്ള എഡ്യൂക്കേഷൻ മാത്രമേ ആ ഒരു കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലൈലയെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് കൂടുതൽ പഠിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുകയും അവൾ നല്ല രീതിയിൽ പഠിക്കുകയും പിന്നെന്താണ് അവൾക്ക് അവളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, അവളുടേതായിട്ടുള്ള ചോയ്സുകൾ സ്വന്തമായിട്ട് അവർ എടുക്കുകയും ചെയ്യുന്നു. ഒരുപാട് ഡിസിഷൻസ് സ്വന്തമായിട്ട്. അപ്പം അവളുടെ മാരേജ് ആണെങ്കിലും പോലും ഫാമിലീസ് മുഴുവൻ എതിർത്തിട്ടും അവളെന്താണ് അതിന് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ ഭർത്താവിനൊപ്പം വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം തൻ്റെ തീരുമാനത്തിലൊന്നും ഒരു മാറ്റം വരുത്താൻ ആരും തയ്യാറല്ല ലൈല എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം ഇതൊക്കെ അവർ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുത്ത ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. അപ്പം അതാണ് പറയുന്നത്. അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് പറയുന്നുണ്ട്. ഈ എഡ്യൂക്കേഷൻ നേടുന്നത് കൂടെ അവരുടെ ഒരു മെൻറ്റാലിറ്റി തന്നെ മാറും. കാരണം എഡ്യൂക്കേഷൻ കിട്ടുന്നതോടെ എന്താണ് ഇക്വാലിറ്റിയെ കുറിച്ചിട്ട്, ജസ്റ്റിസിനെ കുറിച്ചിട്ട്, സോഷ്യൽ അവയർനെസ്സിനെ കുറിച്ചിട്ടൊക്കെ അവർ കൂടുതലായിട്ട് ബോധവാന്മാരാവാണ്. അപ്പം നമ്മുടെ അസദ് ആയിക്കോട്ടെ, കമാലായിക്കോട്ടെ, അവരൊക്കെ ഭയങ്കര ലിബറലായിട്ട് പെരുമാറുന്ന ആളുകളാണ്. കാരണം അവർ യു കെയിലൊക്കെ പോയിട്ട് എന്താണ് അവരുടെ ആ ഒരു കൾച്ചറിൽ ജീവിച്ചു വന്ന ആളുകൾ. അപ്പം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളിലേക്ക് വരുമ്പോൾ ഒരിക്കലും അവർ അതിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നില്ല. അപ്പം അവർ ബ്രോഡായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്, ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അത് എഡ്യൂക്കേഷനിലൂടെ മാത്രമാണ് ശരിക്കും അങ്ങനെ ഒരു ആ ഒരു ചിന്ത ആളുകൾക്ക് എത്തും എന്നുള്ളതാണ്. അപ്പം മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാനും അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങളിൽ നമ്മളെന്താണ് കൂടുതലായിട്ട് റെസ്പെക്റ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെയാണ്. അപ്പം ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ദെൻ ജെൻഡർ റിലേഷൻഷിപ്പ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വുമൺ. അപ്പം ആ ഒരു കാലഘട്ടത്തിലുള്ള വുമൺ എങ്ങനെയായിരുന്നു. അപ്പം നമ്മളെ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ഭയങ്കര ഒരു പാട്രിയാർക്കലായിട്ടുള്ള ഒരു ഫ്യൂഡൽ സൊസൈറ്റിയാണ് നമുക്ക് ആ ലക്നൗ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ. അപ്പം അവരുടെ മാരേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ആണെങ്കിലും വളരെ കുറഞ്ഞ പരിമിതമായിട്ടുള്ള ഫ്രീഡം മാത്രം അവർക്കുണ്ടായിരുന്നു. ചിലപ്പം ഫ്രീഡം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലേ. അപ്പം അവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആണുങ്ങളെ ഒബീഡിയൻ്റ് ആയിട്ട് നിൽക്കുന്ന, ഒരു സബ്മിസീവ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ശരിക്കും ആര്, വുമൺ എന്ന് പറയുന്നത്. അപ്പം അതാണ് ഒരു സൊസൈറ്റി അവർക്ക് മുദ്ര കൊടുത്ത പേര്. അപ്പം അവർ അതിനനുസരിച്ച് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഇതായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ മാരേജ് ഒരു വുമണിന് സോഷ്യലായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ള വെറുതെ അനാവശ്യമായിട്ടുള്ള, അപ്പം നമ്മൾ സഹറ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറൊക്കെ ശരിക്കും അതിൽ വിശ്വസിക്കുന്നത്. അപ്പം ശരിക്കും ഒരാളുടെ കഴിവോ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അയാളുടെ എഡ്യൂക്കേഷനോ നോക്കിയിട്ടല്ല ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും മാരേജ് നടന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ കുടുംബ പാരമ്പര്യങ്ങളാണ് നോക്കിയിട്ടുണ്ട്. അപ്പം നല്ല കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ലൊരു ജോലി ഉണ്ട്, എന്നിരുന്നാലും കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മോശമാണെങ്കിൽ അത് ആ ഒരു കല്യാണം ഒരിക്കലും നടക്കില്ല. അപ്പം ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു നോവലിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വുമനെ സംബന്ധിച്ച് എന്താണ്, അവരുടെ ലൈഫ് സെറ്റിൽ ആവണമെങ്കിൽ നല്ല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു റൂമറായിരുന്നു നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നുണ്ടായത്. അപ്പം ലൈലയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ലൈല എന്താണ് ലവ് മാരേജ് ആണ് ചൂസ് ചെയ്യുന്നത്. പക്ഷേ സഹർ എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള ലൈഫാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ പറയുന്നത് സീതനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സീതയും കമാലും തമ്മിലുള്ള ഒരു ലവ് പിന്നീട് എന്താണ് ആ ഒരു സൊസൈറ്റിനെ പേടിച്ചിട്ട് എന്താണ് അവരുടെ ഒരു ലവ് അവർ സാക്രിഫൈസ് ചെയ്യണം. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. ദെൻ ആൻറ്റി ആബിദയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവരെന്താണ് ഭയങ്കര ഇൻ്റലിജൻറ്റ് ആയിട്ടുള്ള ഒരു അമ്മായിയാണല്ലോ. കുറേ കാലം കല്യാണം കഴിക്കാതെ പിന്നീട് ഒരു വിടാവറെ കല്യാണം കഴിച്ചിട്ട് പോയ ആളാണല്ലോ ആൻറ്റി ആബിദ എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് അവർ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള രോഗാവസ്ഥയിൽ കിടക്കുകയും പിന്നെ ഒരുപാട് കാലം അങ്ങനെ കിടക്കുകയും പിന്നീട് അവർ മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവർ ഭയങ്കര ഇൻ്റലിജൻറ്റ് ആണ്, കൈൻഡാണ്. നമ്മുടെ ലൈലയോടൊക്കെ ഭയങ്കര കൈൻഡായിട്ട് പെരുമാറുന്ന ആളാണ്. അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഷീ ഫോഴ്സ്ഡ് ഇൻ ടു എൻ അൺഹാപ്പി മാരേജ്. അവരുടെ ഒരു ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിലേക്ക് അവർ എന്താണ് ഫോഴ്സ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതോടുകൂടെ തന്നെ അവരുടെ ഇൻഡിവിജ്വാലിറ്റിയാണ് അവിടെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഫാമിലി ട്രഡീഷൻ്റെ പേരിൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റി സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ശരിക്കും ആൻറ്റി ആയിട്ടുള്ള ആബിദ എന്ന് പറയുന്നുണ്ട്. അവരുടെ ലൈഫ് വുമൺ എത്രത്തോളം സഫർ ചെയ്ത്, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു വുമൺ എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ശരിക്കും ഈ ഒരു ആൻറ്റി ആയിട്ടുള്ള ആബിദയുടെ ലൈഫ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നത് നന്ദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ബ്രൈവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതുപോലെ റിബലിയസ് ആണ്. ഒരിക്കലും ആ ഒരു സൊസൈറ്റി അവൾക്ക് കൊടുത്തിട്ടുള്ള പേരോ പ്രശസ്തിയോ അല്ലെങ്കിൽ ആ ഒരു ചീത്തപ്പേരോ ഒന്നും എന്താണ് അവളെ ബാധിക്കുന്നില്ല. അവൾ അവളുടേതായിട്ടുള്ള തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇൻജസ്റ്റിസ് എവിടെ കണ്ടാലും അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നന്ദി എന്ന് പറയുന്ന ക്യാരക്ടറും. അതുപോലെ ആ ഒരു ജെൻഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോവർ സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് ഒരുപാട് സഫർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അല്ലേ നന്ദി എന്ന് പറയുന്നത്. അതുപോലെ ലൈലയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൾ ആ ഒരു ലൈലയുടെ ഏറ്റവും ഒരു ഫ്രണ്ടായിട്ട്, ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് നമുക്ക് ത്രൂ ഔട്ട്. അതുപോലെ ലൈലയുടെ ലൈഫിലും പിന്നീട് നന്ദിയെ നമുക്ക് കാണാൻ പറ്റൂലേ. ദെൻ ഒരു പുവർ വുമണിനെ എങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നന്ദി എന്ന് പറയുന്നത് അല്ലേ. അവരുടെ ലൈഫാണ് അതിൽ റിഫ്ലക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ സാലിമൻ എന്ന് പറയുന്ന ഒരു മെയ്ഡുല്ലേ, അവരും ഒരു സെർവൻ്റ് ആയിരുന്നു. അഷേനയിലുള്ളൊരു ഒരുപാട് കാലം അവിടെ ഇത് ചെയ്തിട്ടുള്ള സെർവൻ്റ് ആണ്. അവരുടെ ലൈഫ് എന്താണ്, ആരാണ്
ഗുലാം അലി എന്ന് പറയുന്ന അദ്ദേഹം എന്താണ് ഭയങ്കര ബാഡ്ലി ആയിട്ട് ബിഹേവ് ചെയ്ത് പിന്നീട് എന്താണ് അവർ പ്രഗ്നൻ്റ് ആയെന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് അവർ നാട് കടത്തപ്പെടുകയും പിന്നീട് എന്താണ് ഭയങ്കര ദുരിതം അനുഭവിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പൂർ ആയിട്ടുള്ള ഒരു വിമണാണ് ശരിക്കും സാലിമൻ എന്ന് പറയുമ്പം. അത് ഒരു ആ ഒരു കാലഘട്ടത്തിൽ താഴ്ന്ന ജോലിയിൽ ചെയ്തിരുന്ന അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ തീരെ ലോവർ ആയിട്ടുള്ള സ്റ്റാറ്റസ് മാത്രം ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഫേസ് ചെയ്തിരുന്ന സെയിം പ്രോബ്ലം. ഇപ്പം നന്ദിയെ പോലെ തന്നെ സാലിമനും എന്താണ് സെയിം ആ ഒരു ഇത് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അതാണ് അവിടെ പറയുന്നത്. ദെൻ സെഹ്റയെ കുറിച്ചിട്ട് പറയുന്നത് ലൈലൻ്റെ കസിനാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ മാരേജിലൂടെ മാത്രമാണ് നമുക്ക് ഒരു സെക്യൂരിറ്റി കിട്ടുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് സെഹ്റ എന്ന് പറയുന്നത്. സോഷ്യൽ കസ്റ്റംസിനൊക്കെ അവരെന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നിനും അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, വിത്തൗട്ട് ക്വസ്റ്റ്യനിങ് എന്ന് പറയുമ്പോൾ ഒന്നിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അതെന്താണോ സൊസൈറ്റി പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രഡീഷൻ എന്താണോ അതുപോലെ അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായിട്ടുള്ള ആളാണ് സെഹ്റ എന്ന് പറയുന്നത്. അപ്പം മാരേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് മാരേജിലൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളും കൂടെയാണ് അല്ലേ. അപ്പം അത് ഒരാളുടെ ഒരു എന്താണ് എഡ്യൂക്കേഷനോ ഇൻഡിവിജ്വലോ ഒന്നും നോക്കിയിട്ടല്ല ശരിക്കും ഒരാളെ മാരേജ് ചെയ്യേണ്ടത്. ഇവിടെ സോഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടും കംഫർട്ട് ഒരു ഫാമിലി ട്രഡീഷണൽ കംഫർട്ട് നോക്കിയിട്ടാണ് ഒരാളെ മാരേജ് ചെയ്യേണ്ടത് എന്നുള്ള പറയുന്ന വ്യക്തിയാണ്. കാരണം അസദിൻ്റെ ഒരു പ്രണയം അവിടെ നിരസിച്ചത് ആരാണ്? സെഹ്റയാണ്. കാരണം എന്താണ് അസദിന് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇപ്പം അസദ് ആരുടെ മകനാണെന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ അവിടെയുള്ള വൺ ഓഫ് ദ കസിൻ അതിൽപ്പെട്ട ഒരാളാണ് അസദ് എന്നുള്ള പറയും. അപ്പം അവൻ്റെ പാരൻസ് ഒക്കെ ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ടെന്നുള്ളപ്പം ആ ഒരു കുടുംബ പാരമ്പര്യമായിട്ട് അവർക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ടായിരിക്കാം സെഹ്റക്ക് എന്താണ് ആ ഒരു മാരേജിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു മാരേജ് എന്ന് പറയുന്ന സംഭവത്തിനെ അങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ലൈലയെ കുറിച്ചിട്ട് നമുക്കറിയാം, പ്രൊട്ടഗോണിസ്റ്റ് ആണ്, നറേറ്ററാണ്. ഈ ഒരു നോവലിൻ്റെ നറേറ്റർ ആയിട്ടാണ് ലൈല വരുന്നത്. ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലൈല എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എവിടെ ഇൻജസ്റ്റിസ് കണ്ടാലും അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കിക്കെതിരെയും സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയും അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ലൈല എന്ന് പറയുന്നത്. ഇപ്പം അമീറിനെ മാരേജ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫാമിലി ആഗ്രഹത്തിനെ എതിർത്ത് കൊണ്ടിട്ടാണ് നമ്മുടെ ലൈല നമ്മുടെ അമീറിനെ മാരേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവൾ എഡ്യൂക്കേഷനെയും അതുപോലെ തന്നെ ഇക്വാളിറ്റിയെയും ഫ്രീഡം ഇങ്ങനത്തെ സംഭവത്തിനൊക്കെയും അവൾ വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഈ റിലേഷൻഷിപ്പിന് ഈ ഒരു ഫ്രീഡം വേണം, ഇക്വാളിറ്റി വേണം, അല്ലെങ്കിൽ വാല്യൂസ് വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മുടെ ലൈല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അതൊക്കെയാണ് അതിൽ പറയുന്നത്. ഇത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാർഡ്ഷിപ്പ് ആയിട്ടുള്ള ലൈഫിലൂടെയാണ് അവൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്താണ് അവളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് പിന്നീട് ഈ ഒരു നോവലിൻ്റെ അവസാനം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലേ. ദെൻ പിന്നീട് പറയുന്നത് പാട്രിയാർക്കി ആൻഡ് അറേഞ്ച്ഡ് മാരേജസ്. ഇതിൽ പറയുന്നത് ഇപ്പം നമ്മുടെ നോവൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടല്ലോ, ഒരു പാട്രിയാർക്കൽ കൺട്രോൾ, നമ്മുടെ വുമൻ്റെ മേലുള്ള പാട്രിയാർക്കൽ കൺട്രോളിനെ നമ്മുടെ നോവൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാരേജ് എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ എന്തായിട്ടുണ്ടായിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു ഫാമിലി അറേഞ്ച്മെൻറ്റ് മാത്രമായിട്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് മാരേജിനെ ട്രീറ്റ് ചെയ്തില്ല. അല്ലാതെ ഒരു പേഴ്സണൽ ചോയ്സിന് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ആ ഫാമിലി എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അവർ നിൽക്കുക എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് എന്ന് പറയുമ്പം. ലൈല പക്ഷേ എന്താണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവളെ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരൊക്കെ എന്താണ് ആ ഒരു സോഷ്യൽ എക്സ്പെക്റ്റേഷൻ എന്താണോ അതിനനുസരിച്ച് നിൽക്കുന്ന ആളുകളായിട്ടാണ്. ഇപ്പോൾ സെഹ്റയൊക്കെ അവരുടെ ഫാമിലി എന്താണ് പറയുന്നത് അതിനനുസരിച്ച് നിൽക്കുന്ന ആളായിട്ട് ആണ്. പക്ഷേ നമ്മുടെ സെഹ്റയെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം അവളും അതിന് ആ ഒരു മെൻറ്റാലിറ്റി നിൽക്കുകയാണ്. തനിക്കും അങ്ങനത്തെ ഒരാൾ വേണം, അല്ലെങ്കിൽ ഭയങ്കര കുടുംബ പാരമ്പര്യമൊക്കെ ഉള്ള ഒരാൾ മതി എന്നുള്ള ക്യാരക്ടറിൽ നിൽക്കുകയാണല്ലോ ലൈല. അല്ലാതെ ആളുകൾ ഇഷ്ടമല്ലാതെ അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമായിട്ടല്ല. പക്ഷേ ലൈലയാണ് അതിൽ നിന്നുകൂടെ വ്യത്യസ്തമായിട്ട് ആ ഒരു നിലപാടിൽ നിന്ന് മാറിയിട്ടുള്ളത്. പിന്നീട് പ്രോപ്പർട്ടിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം ലൈലയെ സംബന്ധിച്ച് എന്താണ് അവളുടെ ബാബാജാൻ്റെ മകൻ്റെ മോളാണല്ലേ ലൈല എന്ന് പറയുന്നത്. അപ്പം ബാബാജാൻ്റെ മകന് അത്യാവശ്യം സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു മകൻ്റെ സ്വത്തിൻ്റെ അവകാശി പിന്നീട് ആരാണ്? ലൈലയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാമിലി ആഗ്രഹിക്കുകയാണെന്ത് ആ ഒരു ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് തന്നെ ലൈലയെ കല്യാണം കഴിപ്പിക്കണം. എങ്കിൽ മാത്രമാണല്ലോ അവളുടെ സ്വത്തുക്കൾ പുറത്തു പോവാതെ ആ ഒരു ഫാമിലിയിൽ തന്നെ നിൽക്കുള്ളൂ. അപ്പം അവരങ്ങനെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ കെമാലിനെ കൊണ്ടിട്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ ലൈലയെ സംബന്ധിച്ച് എന്താണ് മാരേജ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നല്ലോ. അപ്പം അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ചോയ്സാണ്. അല്ലാതെ അപ്പം ആ ഒരു കാലഘട്ടത്തിൽ പ്രോപ്പർട്ടി ആയിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിരുന്ന സംഭവമാണ് മാരേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാറ്റസ്, പവർ, അതുപോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടായിരുന്നു ഒരു മാരേജ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലൈല അതിനൊക്കെ റിഫ്യൂസ് ചെയ്ത് എന്താണ് അവളുടെ ഫ്രീഡത്തിന് വേണ്ടി ലവിന് വേണ്ടിയിട്ട് അവളുടെ ആ ഒരു ഫാമിലിയെ പോലും അവർ റിഫ്യൂസ് ചെയ്തും സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവരുടെ ലവ് അവർ നേടിയെടുക്കുന്നത് എന്നുള്ളതാണ്. ദെൻ ഹിന്ദു മുസ്ലിം റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു നോവൽ ഹിന്ദു മുസ്ലിം തമ്മിലുള്ള ഒരു ഹാർമണി പറയുന്നുണ്ട്, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റും പറയുന്നുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഐക്യം പറയുന്നുണ്ട്, അത് അവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അപ്പം രണ്ട് ഭാഗം ഈ ഒരു നോവൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം റിലീജിയൻ, പൊളിറ്റിക്സ്, സോഷ്യൽ കസ്റ്റംസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ് ഈ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പല വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ കാരണമായി എന്നുള്ളതാണ്. പൊളിറ്റിക്സ് പരമായിട്ട് ഭാഗം തിരിഞ്ഞിട്ടുണ്ട്, റിലീജിയസ് പരമായിട്ട് ഭാഗം തിരിഞ്ഞിട്ടുണ്ട്, സോഷ്യൽ കസ്റ്റംസ് പരമായിട്ട് ഭാഗം തിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടീഷൻ ആണെങ്കിൽ പോലും കമ്മ്യൂണൽ ടെൻഷൻസ് കൂടുതൽ ഇൻക്രീസ് ചെയ്യിക്കാൻ ഈ ഒരു പാർട്ടീഷനും കാരണമായി എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് സൈഡും നമ്മുടെ ഈ ഒരു നോവൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ദെൻ പിന്നീട് പറയുന്നതാണ് മുഹറം റൈറ്റ്സിനെ കുറിച്ചിട്ട്. അതിൽ ഒരു മുഹറം ഘോഷയാത്രയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു മതപരമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ എത്രത്തോളം അപകടകരമാണെന്നുള്ളത് ഓരോ കലാപങ്ങളും
മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ഒരു മുഹറം ഘോഷയാത്രയ്ക്കിടെ തന്നെ എന്താണ് ചെറിയൊരു തർക്കം വലിയൊരു കലാപത്തിന് കാരണമാവുന്നുണ്ട്. അപ്പം അങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മൾ അസദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് പരിക്കേൽക്കുക പോലും ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പം മതപരമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ, അപ്പം ഇതെന്താണ് പിന്നീട് അതൊരു വലിയൊരു പ്രശ്നത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്താണ് പിന്നീട് ആ റിലീജിയസ് തമ്മിലുള്ള ഒരു വലിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമായി എന്നുള്ള കാര്യമാണ് പറയുന്നത്. ദെൻ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, ഇപ്പം പൊളിറ്റിക്കൽ പവർ എന്ന് പറയുമ്പോൾ ഹിന്ദു മുസ്ലിം റിലേഷൻസിനൊക്കെ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്നുള്ളത് പറയുന്നത്. അപ്പം മെജോറിറ്റി റൂൾസ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റിയും തൊഴിലും നഷ്ടപ്പെടുമോ എന്ന് പല മുസ്ലിങ്ങളും ഭയപ്പെട്ടു. കാരണം കൂടുതൽ ആളുകളും ഇപ്പം ആ ഒരു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ സ്റ്റാറ്റസിൽ സെമീന്ദാർസ് ആയിട്ട് നിൽക്കുന്ന പല ഫാമിലീസും മുസ്ലിം ഫാമിലീസും ഒക്കെ എന്താണ് അവർക്ക് ഭയപ്പാടുണ്ടായിരുന്നു. അപ്പം അവരുടെ ഈ ഒരു സംഭവം ബ്രിട്ടീഷ് ഭരണം മാറി മറ്റുള്ള ജനാധിപത്യ ഭരണം വന്നാൽ അവർക്ക് ഈ ഒരു സംഭവങ്ങളൊന്നും അവരുടെ ഫാമിലി ഇല്ല, പിന്നീട് അവരുടെ ജോലി ഇല്ല, ഒന്നുമില്ല. അപ്പം അവർക്ക് തന്നെ ഭയപ്പാടായിരുന്നു തൻ്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, തൻ്റെ തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള സംഭവം. അതുകൊണ്ട് തന്നെ എന്താണ് അവർ ബ്രിട്ടീഷുകാരോട് കൂടുതൽ ലോയാലിറ്റി പുലർത്തുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ലാസ്റ്റത്തെ ഒരു തന്ത്രം എന്ന് പറയുന്നത് എന്താണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതായിരുന്നില്ലേ. അപ്പം ഹിന്ദുസിനെയും മുസ്ലിംസിനെയും എത്രത്തോളം തമ്മിൽ ഇതാക്കാൻ പറ്റുന്നു അത്രത്തോളം അവർ ട്രിഗർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവങ്ങൾക്ക് എന്താണ് പിന്നീട് ഭയങ്കര പ്രശ്നങ്ങൾക്ക് അവരുടെ മതസൗഹാർദ്ദങ്ങളെ പോലും വെല്ലുവിളിയാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾക്ക് നെഗറ്റീവായിട്ട് അത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിൽ പറയുന്നത്. ദെൻ പിന്നീട് കമൽ സീത റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്താണ് ആ റിലീജിയസ് ഡിഫറൻസ് കാരണം എന്താണ് വിവാഹം കഴിക്കാൻ കഴിയാത്ത രണ്ടാൾക്കാരാണ് കമൽ അതുപോലെ തന്നെ സീത എന്ന് പറയുന്നത്. അപ്പം സീത അവരുടെ ലവ് എന്ത് വേണ്ടിയിട്ടാണ് സാക്രിഫൈസ് ചെയ്യുന്നത്, ഒരു സോഷ്യൽ ഹാർമണിക്ക്. ഇനി തൻ്റെ കാരണത്താൽ അല്ലെങ്കിൽ തങ്ങളുടെ കാരണത്താൽ ആ ഒരു ഹിന്ദു മുസ്ലിം ഐക്യം ഇല്ലാതാവരുത് എന്ന് വിശ്വസിച്ചിട്ട്, അല്ലെങ്കിൽ അതൊരു അവർ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് വിശ്വസിച്ചിട്ട് എന്താണ് അവരുടെ സ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോരുക, സാക്രിഫൈസ് ചെയ്യാണ്. അതാണ് അവിടെ പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് ടോപ്പിക് ഐഡിയൽസ് ഓഫ് സെക്യുലറിസം. ഈ ഒരു നോവല് സെക്യുലർ ആയിട്ടുള്ള വാല്യൂസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഒരു കമ്മ്യൂണലായിട്ടുള്ള ഹാർമണിക്കും ഹിന്ദു മുസ്ലിം ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നത് നമുക്ക് ഒരു നോവലിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിലുള്ള ആളുകൾ ഇപ്പം അങ്കിൾ ഹമീദ് ആയിക്കോട്ടെ അവരൊക്കെ ബിലീവ് ചെയ്തിരുന്നതാണ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിന് മാത്രമാണ് അവരുടെ പല കൾച്ചേഴ്സും ഷെയർ ചെയ്യാനും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അങ്കിൾ ഹമീദിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പറയുമ്പോൾ ബാബാജാനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ഒരുപാട് പല റീജിയൻസിൽ പെട്ട ആളുകളായിട്ടുള്ള വളരെ അടുപ്പമുള്ളൊരു വ്യക്തിയാണ് ബാബാജാൻ എന്ന് പറയുന്നത്. അതുപോലെ ലൈലയും അതുപോലെ തന്നെ എന്താണ് പല റിലീജിയനിൽ പെട്ട ആളുകളായിട്ട് ഭയങ്കര ലിങ്കായിട്ട് ജീവിച്ചിരുന്ന ആളാണ് ലൈല എന്ന് പറയുമ്പം ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്ത മതസ്ഥരെയും കമ്മ്യൂണിറ്റിയെയും ഒക്കെ എന്താണ് സ്നേഹിക്കാനും അല്ലെങ്കിൽ അവരെയൊക്കെ ബഹുമാനിക്കാനും പഠിപ്പിക്കുന്ന ഒരു നോവലായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അതുപോലെ ട്രഡീഷൻ ആൻഡ് ചേഞ്ച് പറയുന്നുണ്ട്. ആ ഒരു നോവൽ നമുക്ക് എന്താണ് കാണിച്ചിരുന്നത്, ഒരു ട്രാൻസിഷൻ ആണല്ലേ, ഫ്രം ട്രഡീഷൻ ടു മോഡേണിറ്റിലേക്കുള്ള ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. ട്രഡീഷനിൽ നിന്ന് മോഡേണിറ്റിലേക്കുള്ള ഒരു ചേഞ്ച്, ഒരു ട്രാൻസിഷൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫ്യൂഡലിസം ആയിട്ടുള്ള ഒരു വ്യവസ്ഥയിൽ നിന്ന് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ഡെമോക്രസി പുനഃസ്ഥാപിക്കുന്നതിലേക്ക് അത് മാറി. അതുപോലെ ജോയിൻറ്റ് ഫാമിലീസ് ന്യൂക്ലിയർ ഫാമിലീസ് ആയിട്ട് മാറി. എഡ്യൂക്കേഷൻ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതോടെ എന്താണ് ഇൻഡിവിജ്വൽ ചോയ്സസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുത്തു. ഇതൊക്കെയാണ് ഒരു ട്രഡീഷൻ ചേഞ്ചിൽ പറയുന്നത് കേട്ടോ. ഇതാണ് ഈ ഒരു 3ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. 4ാമത്തെ യൂണിറ്റിൽ സ്ട്രക്ചർ ഓഫ് ദ നോവൽ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് സ്ട്രക്ചർ ആൻഡ് ഫോം. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഈവൻസ് ഇൻ ദ നോവൽ. ആ ഒരു നോവലിലുള്ള ഈവൻസിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ ഫോം എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്വേർഡ് ഷേപ്പ് ഓഫ് ദ നോവൽ. ആ നോവലിൻ്റെ പുറമേ ഉള്ള ഒരു ഷേപ്പിനെയാണ് എന്ത് പറയുന്നത്, ആ പുറമേ നോക്കിക്കാണുന്ന ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, ഫോം എന്ന് പറയുന്നത്. അപ്പം നറേറ്റീവ് എന്ന് പറയുന്നത് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലുള്ള ഈവൻസ് മാത്രമല്ല. ശരിക്കും നറേറ്റീവ് എന്ന് പറഞ്ഞാൽ മെമ്മറീസ് ഉണ്ടാവും, റിഫ്ലക്ഷൻസ് ഉണ്ടാവും, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിനെയാണ് എന്ത് പറയുന്നത്, നറേറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ പിന്നീട് പറയുന്നതാണ് ജെക്സ്റ്റാ പൊസിഷൻസ്. അപ്പം ഈ ഒരു നോവലിൽ തന്നെ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് ആൻഡ് പ്ലേസസ്, പല പ്ലേസുകളും അതുപോലെ തന്നെ പല ക്യാരക്ടേഴ്സും തമ്മിൽ കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലൈല സെഹ്റ, അവർ രണ്ടുപേരും ചെറിയ പ്രായത്തിലെ വളരെ സുഹൃത്തുക്കളായിരുന്നു, കസിൻസ് ആണല്ലേ രണ്ടുപേരും. ലൈല എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ സെഹ്റ എന്ന് പറയുന്നത് ആ പാരമ്പര്യ മൂല്യങ്ങളോടൊക്കെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം രണ്ടുപേരും തമ്മിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു റിലേഷനാണ് കാണിക്കുക. അതുപോലെ തന്നെ സലീമും കെമാലും. ഇപ്പോൾ സലീം എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ റിലീജിയസ് ആയിട്ടുള്ള ബിലീവിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ കെമാൽ എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഒരു മോഡേൺ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുപോലെ അഷിയാന ഹസൻപൂർ. അഷിയാന എന്ന് പറയുമ്പം അവരുടെ ഒരു സൊസൈറ്റിയിലുള്ള പഴയ കൾച്ചറിനെയൊക്കെ പ്രതിപാദിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഹസൻപൂർ എന്ന് പറയുന്നത് ഒന്നുകൂടെ ഒരു പരിഷ്കാരമായിട്ടുള്ള ഒരു നഗരമായിട്ടാണ് ഹസൻപൂരിനെ കാണിക്കുന്നത്. അപ്പം എന്താ അതിൻ്റെ വാല്യൂസ്, ചോയ്സസ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ബിലീവ്സ് അനുസരിച്ചിട്ട് എന്താണ് ഓരോ ക്യാരക്ടേഴ്സിനും അതുപോലെ തന്നെ ഓരോ പ്ലേസിനും ഉള്ള ആ ഒരു കോൺട്രാസ്റ്റിംഗ് ആണ് ഇവിടെ. അപ്പം ഒരു നോവലിൽ തന്നെ പല സ്വഭാവക്കാരായിട്ടുള്ള പല ക്യാരക്ടേഴ്സിനെയും പല സ്ഥലങ്ങളെയും ഈ ഒരു നോവലിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ദെൻ സ്പേസ്, അപ്പോൾ ഡിഫറെൻറ്റ് സ്പേസസ് ഹാവ് സിംബോളിക് മീനിങ്സ്. പല സ്ഥലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള മീനിങ്. അപ്പം ലക്നൗ എന്ന് പറയുന്ന നഗരത്തെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അതെന്താണ് ഹിസ്റ്റോറിക്കലായിട്ടും കൾച്ചറായിട്ടും ഒരുപാട് ഡൈവേഴ്സിറ്റികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ലക്നൗ എന്ന് പറയുന്നത്. അപ്പം അതുപോലെ ആഷിയാന എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫാമിലിൻ്റെ അല്ലെങ്കിൽ ഒരു നാഷനെയാണ് ആ ഒരു ആഷിയാന എന്ന് പറയുന്ന സംഭവം ആ ഒരു വീട് സിംബലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്.
ഈ ഒരു നോവലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ആശാന എന്ന് പറയുന്നത് ഒരു അതിനെ മുഴുവൻ കൾച്ചറിനെയും അല്ലെങ്കിൽ അവരുടെ ബിലീവ്സിനെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമായിരുന്നെങ്കിൽ, പക്ഷേ ആഫ്റ്റർ പാർട്ടീഷൻ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ഈ ഒരു ആശാന എന്ന് പറയുന്ന ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ എന്താണ് അവഗണിക്കപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് ഈ ഒരു ആശാന എന്ന് പറയുന്ന ആ ഒരു വീട് മാറുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പിന്നീട് പറയുന്നതാണ് ടൈം ആൻഡ് മെമ്മറി. ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രസൻറ്റിൽ മാത്രമല്ല പറയുന്നത്, അതിൽ തന്നെ മെമ്മറീസ് ഉണ്ട്. പാർട്ട് 1 എന്താണ് ശരിക്കും ആ ഒരു പെൺകുട്ടിയുടെ വളർച്ചയും പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ ഓർഡറിൽ പറയുന്നുണ്ടെങ്കിൽ, നാലാമത്തെ ഭാഗമായപ്പം ഫ്ലാഷ് ബാക്കുകളും അതുപോലെ തന്നെ റിക്ലക്ഷൻസും ആണല്ലോ ഉപയോഗിക്കുന്നത്. അവർ നാലാമത്തെ ഒരു പാട്ടിലെത്തുമ്പോൾ തന്നെ എന്താണ് അവർ 14 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു വീട് സന്ദർശിക്കുന്നതാണ്. അപ്പം വീട് സന്ദർശിക്കുമ്പോൾ ഈ ഒരു 14 വർഷത്തിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മുടെ ലൈല എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ് റീകോൾ ചെയ്യണം. അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ട് ഫ്ലാഷ് ബാക്കിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണ്. അതിലൂടെയാണ് നമുക്ക് ആ ഒരു നോവൽ പിന്നീട് വായിക്കാൻ പറ്റുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഒരു നോവലിനെ സംബന്ധിച്ച്. അതെന്താണ് ആ ഒരു പാർട്ടീഷൻ ഉണ്ടായിട്ടുള്ള ലോസ്, അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ച്, ഇതിനൊക്കെയാണ് അത് കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു പാർട്ടീഷൻ കാരണം എത്രത്തോളം ട്രാജഡികൾ ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം അത് ആ ഒരു സൊസൈറ്റിയെ അല്ലെങ്കിൽ ഒരു ഫാമിലിയെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇതിലൂടെ പറയുന്നത്. പിന്നീട് അതുപോലെ തന്നെ അതിൻ്റെ അവസാനം ലൈലയും അസദും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ഒരു സൂചനയായിട്ടും അതിൽ പറയുന്നുണ്ട് അല്ലേ. ദെൻ റോൾ ഓഫ് മൈനർ ക്യാരക്ടേഴ്സ്. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം ഓരോ മൈനർ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവർ ഈ ഒരു കഥയുടെ ശൈലി മാറ്റുന്നതിനും അല്ലെങ്കിൽ അവർ ഈ കഥയിൽ ഇൻവോൾവ് ആവുന്നതിനും നല്ല ഒരു റിലേഷൻ ഉണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് നമ്മളെ നന്ദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലെ. അപ്പം അവൾ വളരെ ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിലും പക്ഷേ അവർ നമ്മുടെ ഈ ഒരു നോവലിൽ തരുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലേ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു ഗേളായിട്ട് ആ ഒരു താഴ്ന്ന ഒരു സൊസൈറ്റിയിൽ നിന്ന് ജീവിച്ച് എന്താണ് പിന്നീട് എന്താ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്തൊരു അനീതി കണ്ടാലും അതിനെതിരെ പോരാടുന്ന അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദം ഉയർത്തുന്ന ഒരു സ്ത്രീയായിട്ട് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. അപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈനർ ക്യാരക്ടർ തന്നെയാണ് നന്ദി എന്ന് പറയുന്നത്. അതുപോലെ മെയിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മെയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം അതിലെന്താണ് കാര്യമായിട്ട് ബാബാജാൻ, അതുപോലെ തന്നെ പിന്നീട് ഹമീദ് ചാച്ചനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നീട് എന്താണ് കെമാൽ, ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ബാബാജാനാണ് അവളെ ശരിക്കും ചെറിയ ഉമ്മയും ഉപ്പയില്ലാത്ത കുട്ടിയാണല്ലോ, അപ്പം അവളെ ശരിക്കും പരിപാലിക്കുന്നതും ആ ഒരു രീതിയിൽ അവളുടെ വളർച്ചയൊക്കെ കാണുന്ന ബാബാജാനാണ്. പക്ഷേ പിന്നീട് ബാബാജാൻ്റെ മരണശേഷം ഹമീദ് ചാച്ചിയാണ് അവളെ ഗൈഡ് ചെയ്യുന്നതും അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതൊക്കെ. അപ്പം ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുപോലെ അസദ് എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെക്യുലറിസ്റ്റിക് ആയിട്ടുള്ള ഒരു നോൺ വയലൻസ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആളാണ് ശരിക്കും അസദ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ആ ഒരു ഫ്രീഡം സ്ട്രഗിളിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കര കൈൻഡാണ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ലൈലനെയൊക്കെ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇമോഷൻസിനൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണ് അസദ് എന്ന് പറയുന്നത്. അപ്പം ലൈലയുടെ ഇമോഷണൽ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നതും ഈ അസദ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. പക്ഷേ പിന്നീട് അവസാനം അവർ ഒരുമിച്ച് ചേരുന്നുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ് കെമാൽ അല്ലേ. അപ്പം കെമാൽ എന്ന് പറയുമ്പോൾ ഈ ഒരു കെമാലിൻ്റെയും സലീമിൻ്റെ ഒക്കെ വരവോടുകൂടിയാണ് ശരിക്കും ഈ ഒരു നോവലിൻ്റെ ഗതി തന്നെ മാറുന്നത് അല്ലേ. അപ്പം ഓരോ ചെറിയ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഈ ഒരു നോവലിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം കെമാലും ഭയങ്കര ഒരു സെക്യുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെൻസിറ്റീവ് മൈൻഡുള്ള ആളാണ്. അതുപോലെ സീതയെ ലവ് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് ആ ഒരു സൊസൈറ്റിയുടെ ഒരു ഹാർമണിക്ക് വേണ്ടിയിട്ട് അവരുടെ അവർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൈലയുടെ ചോയ്സിനെ അവൻ എന്താണ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. സലീമും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണല്ലേ. അവനെന്താണ് മുസ്ലിം ലീഗിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈലയുടെ സുഹൃത്തായിട്ടുള്ള നദീറയെ വിവാഹം കഴിക്കുന്നുണ്ട്. പിന്നീട് പാകിസ്ഥാനിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പം അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയത് കാരണമാണ് ആ ഒരു അഷിയാന എന്ന് പറയുന്ന ആ ഒരു വീട് വിൽക്കേണ്ട ഒരു തീരുമാനം ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ഓരോ ക്യാരക്ടേഴ്സിനും ഈ നോവലിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഈ ഒരു 4 യൂണിറ്റുകളിലും പറയുന്നത്. അപ്പം കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഒന്നാമത്തെ രണ്ടാമത്തെ യൂണിറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു കഥ മനസ്സിലായെങ്കിൽ നമുക്ക് ഈ ഒരു 3ാമത്തെയും 4ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് മനസ്സിലാവുള്ളൂ. അപ്പം ഈ ഒരു യൂണിറ്റിനെ കുറിച്ചിട്ട് ഈ ഒരു ബ്ലോക്കിനെ കുറിച്ചിട്ടൊരു ഒരു സംശയം ബാക്കി വരരുതെന്ന് വിചാരിച്ചാൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ.